റഷ്യൻ ആർട്ടിസ്റ്റും ഫോട്ടോഗ്രാഫറുമായ ജൂലിയ ബുരുലേവ ജയ്പൂരിലെ ഒരു ഉപേക്ഷിക്കപ്പെട്ട ഗണപതി ക്ഷേത്രത്തിന് സമീപം പിങ്ക് സിറ്റി എന്ന ജയ്പൂരിന്റെ വിശേഷണത്തിന് അനുയോജ്യമായ രീതിയിൽ ചഞ്ചൽ എന്നു പേരുള്ള 65 വയസ്സുള്ള പിടിയാനയെ പൂർണ്ണമായും പിങ്ക് നിറം പൂശി ഫോട്ടോഷൂട്ടിൽ പങ്കെടുപ്പിച്ചു. ജയ്പൂരിന്റെ സാംസ്കാരിക പൈതൃകം പിങ്ക് സിറ്റി എന്ന സ്വത്വവും ആനയുമായി ബന്ധിപ്പിക്കാനാണ് ഈ തീം തിരഞ്ഞെടുത്തത്. മോഡലിന് നൽകിയ അതേ പിങ്ക് നിറം തന്നെ ആനയുടെ ശരീരത്തിലും പൂശുകയായിരുന്നു. ഈ ചിത്രങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടതോടെ റഷ്യൻ ആർട്ടിസ്റ്റും മോഡലിനുമെതിരെ ഇൻസ്റ്റഗ്രാമിൽ വലിയ രീതിയിലുള്ള സൈബർ പ്രതിഷേധമാണ് ഉയർന്നത്. മോഡലായ യശസ്വിയും ആനയ്ക്കൊപ്പമുള്ള ചിത്രങ്ങളിലുണ്ടായിരുന്നു. ഫോട്ടോഷൂട്ട് നടന്ന് അധികം വൈകാതെ തന്നെ ഫെബ്രുവരി മാസത്തിൽ ചഞ്ചൽ ചരിഞ്ഞു. 2025 നവംബറിലാണ് ഫോട്ടോഷൂട്ട് നടന്നതെങ്കിലും ഈ ചിത്രങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായതോടെയാണ് ആനയുടെ മരണ വാർത്തയും പുറത്തു വന്നത്. 65 വയസ്സുണ്ടായിരുന്ന ആന വാർദ്ധക്യ സഹജമായ കാരണങ്ങളാലാണ് ചരിഞ്ഞതെന്നാണ് ഉടമയായ ഷാദിഖ് ഖാൻ പറയുന്നത്. ഒരു ആനയെ സിനിമയ്ക്കോ ഫോട്ടോഷൂട്ടിനോ ഉപയോഗിക്കണമെങ്കിൽ വനം വകുപ്പിന്റെയും അനിമൽ വെൽഫെയർ ബോർഡ് ഓഫ് ഇന്ത്യയുടെയും മുൻകൂർ അനുമതി ആവശ്യമാണ്. ഈ സംഭവത്തിൽ അത്തരം ഒരു അനുമതി വാങ്ങിയിരുന്നോ എന്ന് അന്വേഷണ വിധേയമാണ്. ഫോട്ടോഷൂട്ടിന്റെ ചിത്രങ്ങൾ ഇൻസ്റ്റഗ്രാമിലും മറ്റും പ്രത്യക്ഷപ്പെട്ടതോടെ വൻ പ്രതിഷേധമാണ് ഉയരുന്നത്. വന്യമൃഗങ്ങളെ വെറും കാഴ്ച വസ്തുക്കളോ കലാപരമായ പരീക്ഷണങ്ങൾക്കുള്ള ഉപകരണങ്ങളായോ ഉപയോഗിക്കുന്നത് ക്രൂരതയാണെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു. ആനയുടെ സെൻസിറ്റീവായ ചർമ്മത്തിൽ ഇത്തരത്തിൽ ചായം പൂശുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്ന് മൃഗസ്നേഹികൾ വാദിക്കുന്നു.